കോട്ടയം നഗരത്തെ നടുക്കിയ പാതിര കൊലപാതകം. കൊല്ലത്ത് മദ്യലഹരിയിൽ ഭാര്യയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്ന ഭർത്താവിൻ്റെ ക്രൂരത. തിരുവനന്തപുരത്ത് ആഡംബരക്കാർ വാങ്ങി നൽകാൻ വാശി പിടിച്ച മകനെ വകവരുത്തിയ അച്ഛൻ. ലഹരിയും അവിഹിത ബന്ധങ്ങളും ആഡംബര ജീവിതവും വീടുകളെ ചോരക്കളമാക്കുന്ന കാഴ്ച. എത്രയോ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളിലെ വില്ലൻ ആരാണ്? ലഹരിയിൽ അഴിഞ്ഞാടുന്ന മക്കളും ഭർത്താക്കന്മാരും നിരവധി വീടുകളിലെ സ്ത്രീകൾക്ക് കണ്ണീർ സമ്മാനിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ആ കേസുകളിലേക്ക് പോകും മുൻപ് 4 വർഷം മുൻപ് ആലപ്പുഴ കൈനകരിയിലെ വീട്ടിലുണ്ടായ ഒരു കൊലപാതകത്തിലേക്കാണ്. പെൺസുഹൃത്തിനൊപ്പം ചേർന്ന് ഗർഭിണിയെ കൊന്ന് ആറ്റിൽ തള്ളിയ കേസിൽ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ച ദിവസം. ഒരേ സമയം 2 പേരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം നടത്തിയ കൊലപാതകം എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വിവാഹിതനായ യുവാവും വീട്ടമ്മമാരായ 2 യുവതികളും തമ്മിലുള്ള വഴിവിട്ട ജീവിതം. ഇരുവരുമായി ഒരേ സമയം ലൈംഗിക ബന്ധം. അതിലൊരാൾ ഗർഭിണിയായതോടെ ഒഴിവാക്കാൻ നടത്തിയ കൊലപാതകം. നമ്മുടെ ചിന്തകളെ, സദാചാര ബോധത്തെ, മാനുഷിക മൂല്യങ്ങളെ എല്ലാം ചോദ്യം ചെയ്യുന്നതായിരുന്നു പുന്നപ്ര സ്വദേശിനി അനിതയെ കൊലപ്പെടുത്തിയ കേസ്. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കായലിൽ തള്ളി കൊലപ്പെടുത്തിയ കേസിൽ 4 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നു. അനിത കൊലക്കേസിൽ കാമുകൻ മലപ്പുറം മുതുകോട് സ്വദേശി പ്രബീഷിന് തൂക്കുകയറാണ് ശിക്ഷ. പെൺസുഹൃത്ത് രജനിയുടെ സഹായത്തോടെയാണ് പ്രബീഷ് അനിതയെ കൊലപ്പെടുത്തിയത്. കേസിലെ 2ാം പ്രതി രജനിയും കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്കുള്ള ശിക്ഷ പിന്നീട് വിധിക്കും. ജൂലൈ 10 ആലപ്പുഴ പുന്നപ്ര സ്വദേശി അനിതയുടെ മൃതദേഹം കായലിൽ കണ്ടെത്തിയത്. പാലക്കാട് ജോലി ചെയ്യവേ സൗഹൃദത്തിലായ പ്രബീഷുമായുള്ള ബന്ധത്തിൽ അനിത ഗർഭിണിയായിരുന്നു. ഗർഭമലസിപ്പിക്കാൻ അനിതയെ പ്രബീഷ് നിർബന്ധിച്ചെങ്കിലും വഴങ്ങിയില്ല. ഇതോടെ പ്രബീഷ് പെൺസുഹൃത്തായ രജനിയുടെ സഹായത്തോടെ അനിതയെ ആലപ്പുഴ കൈനഗിരിയിലെ രജനിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കഴുത്തിൽ കത്തിവെച്ച ശേഷം അനിതയെ ഇരുവരും ചേർന്ന് ഭീഷണിപ്പെടുത്തി. കരഞ്ഞപ്പോൾ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മൂക്കും വായയും ചേർത്ത് രജനി അമർത്തിപ്പിടിച്ചു. ബോധരഹിതയായി വീണപ്പോൾ മരിച്ചെന്ന് കരുതി ഇരുവരും ചേർന്ന് കായലിൽ തള്ളുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ രജനിയുടെ മാതാവടക്കം 84 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. പ്രബീഷും രജനിയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രബീഷിനെ വധശിക്ഷ വിധിച്ച കോടതി 2ാം പ്രതി രജനിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശിക്ഷ വിധിക്കുമെന്ന് അറിയിച്ചു. ഒഡീഷയിലെ ലഹരി കേസിൽ ജയിലിൽ കഴിയുകയാണ് ഇവർ ഇപ്പോൾ. അനിതയുടെ ബന്ധുക്കൾ കോടതി വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. കോട്ടയം നഗരത്തോട് ചേർന്ന മാണിക്കുന്ന് എന്ന പ്രദേശം. രാത്രി സമയങ്ങളിൽ ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി മക്കളെ ലാളിച്ചു വളർത്തുന്ന, കുട്ടിക്കാലം മുതൽ അവർ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങി നൽകുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്. ചെറുപ്പത്തിൽ ചെറിയ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന മക്കൾ വലുതായി കഴിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളും മാറും. തിരുവനന്തപുരം മഞ്ചൂരിൽ മകന് 15 ലക്ഷം രൂപയുടെ ആഡംബര ബൈക്ക് വാങ്ങി നൽകിയ ഒരു പിതാവുണ്ട്. എന്നാൽ ആ 28-കാരനായ മകന് ബൈക്ക് പോരാ, പകരം ആഡംബര കാർ വേണം. അത് പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞതോടെ വീട്ടിലുടലെടുത്ത തർക്കം. ഒടുവിൽ സഹികെട്ട് കമ്പിപ്പാര കൊണ്ട് മകൻ്റെ തലയടിച്ച് പിളർത്തിയ പിതാവ്. അച്ഛൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മകൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. വഞ്ചൂർ സ്വദേശി ഹൃതിക്കിനെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛൻ വിനയാനന്ദനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു.
ലക്ഷങ്ങൾ വില വരുന്ന ആഡംബരക്കാർ വേണമെന്ന് പറഞ്ഞ് ഹൃതിക് വീട്ടിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ മാസം 9-ന് സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് 15 ലക്ഷം രൂപ വിലയുള്ള ഒരു ആഡംബര ബൈക്ക് അച്ഛൻ വിനയാനന്ദൻ മകൻ ഹൃതിക്കിന് വാങ്ങി നൽകിയത്. എന്നാൽ തനിക്കൊരു ആഡംബരക്കാർ വേണമെന്നതായിരുന്നു ഹൃതിക്കിന്റെ അടുത്ത ആവശ്യം. ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലെന്ന് അച്ഛൻ പറഞ്ഞതോടെ വഴക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. വാക്കുതർക്കത്തിനിടെ മകൻ അച്ഛനെ ആക്രമിച്ചു. തുടർന്ന് പ്രകോപിതനായ വിനയാനന്ദൻ കമ്പിപ്പാര ഉപയോഗിച്ച് മകനെ തിരിച്ചാക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹൃതിക് തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരിച്ചത്. സംഭവത്തിൽ അച്ഛൻ വിനയാനന്ദനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരുന്നു. മകൻ മരിച്ചതോടെ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ വിനയാനന്ദനെതിരെ ചുമത്തും. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയിരുന്ന വിനയാനന്ദനെ പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം കിളികൊല്ലൂരിലെ മധുസൂദനും ഭാര്യ കവിതയും നാട്ടുകാരുടെ മുന്നിൽ മാതൃകാ ദമ്പതികളാണ്. 10-20 വർഷത്തോളം ചെറിയ ഇണക്കവും പിണക്കവുമായി ജീവിച്ചെങ്കിലും അവർക്കിടയിലെ പ്രശ്നങ്ങൾ പുറംലോകം അറിഞ്ഞിട്ടില്ല. എന്നാൽ കഴിഞ്ഞ രാത്രി നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകളുടെ നിലവിളി ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിക്കൂടിയപ്പോൾ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതാണ്. സ്ഥിരം മദ്യപാനിയായ മധുസൂദനൻ കുടുംബ വഴക്കിനിടെ ഭാര്യയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പ്രതി മധുസൂദനൻ പിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബത്തിന് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കൊല്ലം കരിക്കോട് അപ്പോളോ നഗറിലായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം. ഭർത്താവ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 46-കാരിയായ കവിതയാണ് കൊല്ലപ്പെട്ടത്. പ്രതി 54 വയസ്സുള്ള മധുസൂദനൻ പിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകളുമൊത്തായിരുന്നു ദമ്പതിമാർ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. രാത്രി 11 മണിയോടെ ഇരുവരും തമ്മിലുണ്ടായ കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വഴക്കിനിടെ പ്രകോപിതനായ മധുസൂദനൻ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടർ എടുത്ത് കവിതയുടെ തലയിൽ അടിക്കുകയായിരുന്നു. പല പ്രാവശ്യം തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കൊലപാതകം കണ്ട മകൾ നിലവിളിച്ച് പുറത്തേക്കോടുകയും നാട്ടുകാരുടെ സഹായം തേടുകയുമായിരുന്നു. നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. മധുസൂദനൻ പിള്ള തികഞ്ഞ മദ്യപാനിയായിരുന്നുവെന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ടായിരുന്നുവെന്നും പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. ദമ്പതിമാർക്കിടയിൽ പതിവായി യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ മൊഴി. മധുസൂദനനും കവിതയും തമ്മിൽ നല്ല ബന്ധമായിരുന്നുവെന്നും സംഭവം വിശ്വസിക്കാനാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. മറ്റു കുഴപ്പമോ അവരെ സംബന്ധിച്ച് രണ്ടുപേരെയും പറ്റി ഒരു കുഴപ്പമൊന്നുമില്ല. എങ്ങോട്ടും ആ കൊച്ചിറങ്ങി പോകത്തില്ല. പോയ രണ്ടുപേരെ പോകും. എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞു. ഞാൻ പുള്ളിയെ കണ്ട് നോക്കിയോ അല്ലെങ്കിൽ മോള് ഉച്ചം കണ്ട് ഇറങ്ങി ഓടിപ്പോയി ആരുടെ അടുത്ത് പറഞ്ഞു രാത്രിയിലാണ്. എന്താ ഞങ്ങൾ അറിയുന്നത്. ഒരു പാർട്ടി പ്രവർത്തകനും നല്ലൊരു സുഹൃത്തും നല്ലൊരു ബന്ധമാണ് ഇവിടെ ഉള്ളത്. നാട്ടുകാരുമായിട്ടൊക്കെ നല്ലൊരു പ്രവർത്തനം. നമ്മുടെ ഈ പരിസരത്തുകാർക്ക് പോലും അറിയത്തില്ല ഇവിടെ ഒരു ബഹളം നടന്നപ്പോൾ. ഇതായിട്ടില്ല. അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ജീവിച്ചു പോകും. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. പറയാനൊക്കെ ഒരു പ്രശ്നമില്ല. ആ പുള്ളിയെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ന്യൂസ് 18 കൊല്ലം. കൊച്ചിയിലെ ബാറിൽ ആ രാത്രി സംഭവിച്ചത് എന്താണ്? ഗുണ്ടാ നേതാവ് ഔറംഗസേബ് എന്തിനാണ്
സംഘർഷത്തിനിടെ അവിടെ എത്തിയത്. ബാർ ആക്രമണ കേസിലെ 2ാം പ്രതിയും നടിയുമായ അലീന തുറന്നു പറയുന്നു. ആക്രമണത്തിൻ്റെ കാരണം കാറിൽ നിന്ന് വടിവാളെടുത്തതിൻ്റെ സത്യാവസ്ഥ, ഔറംഗസീബുമായുള്ള ബന്ധം. മരട് പോലീസിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് അലീന ഉന്നയിക്കുന്നത്. പോലീസ് കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്നും നടിയും മോഡലുമായ അലീന എബ്രഹാമിൻ്റെ പരാതിയിലുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഈ മാസം 16-ാം തീയതി രാത്രി വൈറ്റിലയിലെ ബാറിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു നടിയും മോഡലുമായ അലീനയും സുഹൃത്തുക്കളും. അതിനിടെ ഒരാൾ അലീനയെ ശല്യം ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ തുടക്കം. ഒരു 50-55 വയസ്സ് വരും ഒരു ആള് മദ്യപിച്ച്, നല്ല രീതിയിൽ മദ്യപിച്ച്. ഓൾറെഡി നമ്മൾ പോയ സമയത്ത് അവിടെ നിപ്പുണ്ട്. ഞങ്ങൾ കയറി അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി തൊട്ടടുത്തിരുന്ന വേറെ ഗേൾസിൻ്റെ അടുത്തും അങ്ങോട്ട് പോവുക, ചെറുതായിട്ടൊന്ന് ഫ്ലേർട്ട് ചെയ്യുക, ലിപ്പ് വെച്ചിട്ടുള്ള കുറേ ബാഡായിട്ട്, അത്രയും ബാഡായിട്ടുള്ള കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടായിരുന്നു. എൻ്റെ കൂടെ നിന്ന് ഒരാൾ പോയി ചോദിച്ചിരുന്നു, എൻ്റെ പെങ്ങളാണ്, നിങ്ങൾ കുറേ നേരമായാലും ഇത് തുടങ്ങിയിട്ട്, എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ച് തീർന്നില്ല. അവിടെ ബാറിലുണ്ടായിരുന്നവരല്ല, കസ്റ്റമറായിട്ട് കുറേ പേര് പുറത്തിരിപ്പുണ്ടായിരുന്നു. ഇതിലൊരു 6-7 പേര് എണീറ്റ് വന്നിട്ട് ആദ്യം ഇങ്ങോട്ട് എന്താടാന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടും ആദ്യം ഷൗട്ടാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനിടയിൽ പറയുന്നുണ്ട്, ചേട്ടാ വിട്ടേക്ക്, കുഴപ്പമില്ല, നമ്മൾ പ്രശ്നമൊന്നുമില്ല, വിട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മാക്സിമം ഇഗ്നോർ ചെയ്തിട്ട് മാറാൻ ശ്രമിക്കുമ്പോഴും ഈ ചെയ്തുകൊണ്ടിരുന്ന ആള് പതുക്കെ അങ്ങോട്ട് ബാക്കിലോട്ട് പോയിട്ട് ഇതിനുള്ളിലോട്ട് അങ്ങ് കയറി. ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ ഉള്ളിലോട്ട് അങ്ങ് കയറി. പുള്ളിയെ പിന്നെ ആ ഒരു സ്ഥലത്ത് കാണുന്നില്ല. ഈ കണ്ടുകൊണ്ടിരുന്ന ഒരു 6-7 പേര് പുള്ളിക്ക് വേണ്ടിയിട്ട് വരികയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ നല്ല രീതിയിൽ തല്ലുന്നുണ്ടായിരുന്നു. പിന്നാലെ ശല്യം ചെയ്ത ആളെ അലീനക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ചോദ്യം ചെയ്തു. അതോടെ കൂട്ടയടി. വടിവാളും ആയുധങ്ങളുമായി അലീനയും സുഹൃത്തുക്കളും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് CCTV ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അതേക്കുറിച്ച് അലീന തന്നെ പറയും. ഞങ്ങൾ മേളയ്ക്ക് പോയായിരുന്നു, മറൈൻ ഡ്രൈവ്. അവിടെ ഈ ടോയ്സ്, ഈ കത്തിയുടെ ആവട്ടെ, അതിൽ നമ്മുടെ വണ്ടിയിൽ ഈ ടോയ്സ് ഒരുപാടുണ്ട്. ഈ ടോയ് കുറേ സാധനം നടക്കുന്നില്ല. അവൻ എന്താണെന്നറിയാണ്ട് ഈ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇവരൊന്ന് പിന്മാറില്ല. കാരണം എൻ്റെ കൂടെ വന്ന എല്ലാവരുടെ ഫേസിൽ നിന്ന് ബ്ലഡ് അത്രയും ഉണ്ട്. ഫുള്ള് കണ്ണ് ചതഞ്ഞിട്ടുണ്ട്, മൂക്കിൻ്റെ സൈഡ് വളഞ്ഞ് പൊട്ടിക്കിടന്നിട്ടാണ് ബ്ലഡ് വരുന്നത്. എൻ്റെ കൈ ഞാനിങ്ങനെ പിടിച്ച് മടക്കി വെച്ചിട്ടുണ്ട്, കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുത്ത് കാണിക്കുമ്പോഴാണ് ഇവർ ബാക്കിലോട്ട് ഓടുന്നത്. എല്ലാവരും ഓടി ഇതിനുള്ളിൽ കയറുന്നതും അങ്ങനെ പിന്നെ കുറച്ചൊന്ന് ആ അടിക്കൊരു ശമനം വരുന്നത് ആ ഒരു സമയത്ത്. അല്ലാതെ ഈ പറയുന്ന പോലെ വാള് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. സംഘർഷം കനത്തതോടെയാണ് ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ രംഗപ്രവേശം. തന്നെ മർദ്ദിച്ചതറിഞ്ഞാണ് ഔറംഗസേബ് ബാറിലെത്തിയതെന്നാണ് പെൺസുഹൃത്തായ അലീന പറയുന്നത്. ജനുവിൻലി പറഞ്ഞാൽ ഈ പുള്ളിയും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഈ ഔറംഗസീബ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ കാര്യങ്ങളായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ നല്ല വൃത്തിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് പുള്ളിയുടെ ഫാമിലിയുടെ കൂടെയാണ്. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അറ്റ് ദ എൻഡ് പോർഷനിലാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട്, ഇപ്പം അലീനയുടെ കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴും പുള്ളിയോട് നമ്മൾ കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളി വഴക്ക് പറയുമല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പുള്ളി വരുമ്പോഴാണ് ഈ കാണുന്നത് നമ്മൾ ഈ ബ്ലഡിലൊക്കെ നിൽക്കുന്നത്. പുള്ളി എപ്പോഴും കാര്യം അന്വേഷിക്കുന്നില്ല. നമ്മളെ ഹോസ്പിറ്റലിൽ ആക്കുന്നതും പുള്ളിയാണ്. സംഘർഷം ഉണ്ടാക്കിയതിനു പിന്നിൽ മരണനീഷിന്റെ ഗ്യാങ് എന്നാണ് അലീനയുടെ ആരോപണം. തന്നെ ശല്യപ്പെടുത്തിയ ആൾക്കെതിരെയും ആക്രമിച്ചവർക്കെതിരെയും പോലീസ് കേസെടുത്തില്ല. മരട് പോലീസ് തങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയെന്നും അലീന ആരോപിക്കുന്നു. ഇവരടിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, അനീഷേട്ടൻ്റെ പിള്ളേരാണ് നമ്മൾ ഇവിടെ വന്ന് നിൻ്റെയൊക്കെ കളി നടക്കുമോ? മരട് അനീഷൻ എന്നാണ് പിന്നെ ഞാൻ കേട്ടറിവ്. അപ്പോൾ ഈ അനീഷിൻ്റെ പിള്ളേരാണ് ഞങ്ങൾ, ഇവിടെ വന്ന് നിങ്ങളെ കളി നടക്കുമോ? അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ചേട്ടൻ നമ്മുടെ ഭാഗത്തല്ല തെറ്റി, പുള്ളി ഫ്ലേർട്ട് ചെയ്തുകൊണ്ടല്ലേ ചേട്ടാ എന്ന് പറയുമ്പോഴും എന്നെ പച്ചയ്ക്ക് നല്ല തെറി വിളിക്കുക. ആ നിന്ന പയ്യന്മാരിൽ 2-3 പേര് എന്നെ കുറേ തെറി വിളിക്കുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പാട് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മൾ കാണുന്ന ഒരാളാണ് പോലീസ് എന്ന് പറയുന്നത്. ഈ സുധീർ എന്ന് പറയുന്ന പോലീസ് നേരെ വരുന്നു. ഞാനീ പറയാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് കാലെടുത്ത് വെക്കുന്നതും ഷെയ്ൻഷാ എന്ന് പറയുന്ന ചെക്കൻ ഈ ഓൾറെഡി അവന് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ് എടുത്തിട്ട് ഇങ്ങനെ കിടക്കുക. ഈ പൊട്ടിയിരിക്കുന്ന മൂക്കിൻ്റെ ആ സൈഡിൽ അടിക്കുകയാണ് ചെയ്ത്. കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിനി അലീന, കൊല്ലം സ്വദേശികളായ ഷഹിൻ ഷാ, അല്ലമീൻ എന്നിവരെ മരട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഗുണ്ടാ നേതാവ് ഔറംഗസീബും വടിവാൾ കൊണ്ടുവന്ന തിരുവനന്തപുരം സ്വദേശി വൈഷ്ണവും ഒളിവിലാണ്. ഇവർക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി.
നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണമാണിത്. ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും പ്രേരിപ്പിച്ചത് രാഹുൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ഫോൺ സംഭാഷണം. ഒരു കുട്ടി വേണമെന്ന് രാഹുൽ പറഞ്ഞെന്നും പിന്നീട് വാക്കുമാറ്റിയെന്നും പുറത്തു വന്ന ശബ്ദരേഖയിലുണ്ട്. ഫോൺ സംഭാഷണവും വാട്സാപ്പ് ചാറ്റും രാഹുലിനെതിരായ ലൈംഗികാരോപണ കേസിൽ ഏറെ നിർണായകമാണ്. കഴിഞ്ഞ 3 മാസമായി ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പുതിയതായി ഒന്നും പുറത്തു വന്ന സന്ദേശത്തിലില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ യുവതി ഉടൻ പരാതി നൽകുമെന്നാണ് സൂചന. യുവതിയുമായി നടത്തുന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റുമാണ് പുറത്തുവന്നത്. ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്നും പിന്നെ എന്താണ് മാറുന്നതെന്നും യുവതി ഫോൺ സംഭാഷണത്തിൽ ചോദിക്കുന്നു. ഒരുപാട് മാറി, ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാണ്. ഞാനാണ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കാണ് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ എൻ്റെ അല്ലല്ലോ. നീ ഗർഭിണിയാകണമെന്ന് യുവതിയോട് പറയുന്ന വാട്സാപ്പ് ചാറ്റും പുറത്തു വന്നു. എന്നാൽ പിന്നീടുള്ള സംഭാഷണത്തിൽ ഗർഭചിത്രത്തിന് ആശുപത്രിയിൽ പോകാൻ നിർബന്ധിക്കുന്നുമുണ്ട്. ഗർഭധാരണത്തിന്റെ അസ്വസ്ഥതകൾ പറഞ്ഞപ്പോൾ പരിഹാസ രൂപേണ സംസാരിക്കുന്നതും നാടകം നിർത്താൻ ആവശ്യപ്പെടുന്നതും കേൾക്കാം. കുറേ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ? പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നതിനിടെയാണ് വീണ്ടും ശബ്ദരേഖ പുറത്തു വന്നത്. ശബ്ദരേഖയും ചാറ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചില്ല. ഓഡിയോ വന്നതിന്റെ ലക്ഷ്യം എല്ലാവർക്കും അറിയാം. നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അന്വേഷണം പൂർത്തിയായ ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും, ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. പുതിയ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുലിനെതിരെ ഇരയായ യുവതി പരാതി നൽകുമെന്ന വിവരവും പുറത്തു വന്നത്. മുഖ്യമന്ത്രിക്ക് ഉടൻ പരാതി നൽകുമെന്നാണ് വിവരം. കോൺഗ്രസ് നേതൃത്വത്തെ കാണാനും കുട്ടി ആലോചിക്കുന്നുണ്ട്. നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖയുടെ ബാക്കിയാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഗുണ്ടാ സംഘം. കൊട്ടേഷൻ ഏറ്റെടുത്തത് 3 ലക്ഷം രൂപയ്ക്ക്. ആക്രമണം നടത്തിയത് മണ്ണുത്തി സ്വദേശി സിജോയും സംഘവും. പ്രതികളെത്തിയ കാറും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കൊട്ടേഷൻ സംഘത്തിന് കുരുക്കായത്. കേസിൽ സിജോ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമിക്കാനെത്തിയ സംഘത്തിലെ 3 പേർ നിലവിൽ ഒളിവിലാണ്. കൊട്ടേഷൻ നൽകിയ വ്യവസായിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂർ സ്വദേശി സിജോയുടെ നേതൃത്വത്തിലാണ് കൊട്ടേഷൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് നിഗമനം. തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളും പ്രതികൾ സഞ്ചരിച്ച കാറിനെ പറ്റിയുള്ള വിവരങ്ങളും ലഭിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ്. സുനിലിനെ ആക്രമിക്കാനായി ഉപയോഗിച്ച് ചുറ്റിക വാങ്ങിയ കട പോലീസ് കണ്ടെത്തി. തൃശൂർ കുറുപ്പൻ റോഡിലെ കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയത്. ചുറ്റികയുടെ പിടിയിൽ പതിച്ചിരുന്ന പച്ച സ്റ്റിക്കറാണ് അന്വേഷണത്തിൽ നിർണായകമായത്. സ്റ്റിക്കറിലെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ കടയിലേക്ക് എത്തിയത്. ഈ ചുറ്റിക ഉപയോഗിച്ചാണ് സുനിലിന്റെ കാറിന്റെ ഗ്ലാസ് തകർത്ത ശേഷം വാളുകൊണ്ട് വെട്ടിയത്.
മണ്ണുത്തി സ്വദേശി സിജോയും 5 പേരുമാണ് അറസ്റ്റിലായത്. 1 വർഷം മുമ്പ് തിയേറ്ററിൽ വന്ന് സുനിലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സിജോ. 3 ലക്ഷം രൂപയ്ക്കാണ് സുനിലിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സുനിലിന്റെ വീടിന് മുമ്പിൽ വെച്ച് ആക്രമണമുണ്ടായത്. കാറിൽ നിന്നിറങ്ങി വീടിന്റെ ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഇരുട്ടിൽ പതുങ്ങിയിരുന്ന 3 പേരാണ് സുനിലിനെയും ഡ്രൈവറെയും വെട്ടിയത്. സുനിലിന്റെ കാലിനും ഡ്രൈവർ അജീഷിന്റെ കൈക്കും വെട്ടേറ്റു. പരിക്കേറ്റ ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. കൊട്ടേഷൻ നൽകിയ വ്യവസായിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. സുനിലുമായി ചില സിനിമാ സാമ്പത്തിക ഇടപാട് വ്യവസായിക്കുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് 1 വർഷം മുമ്പും കൊട്ടേഷൻ ശ്രമം ഉണ്ടായത്. ആ കേസ് നിലവിലുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് 18 തൃശൂർ. 1 ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് 10,000 രൂപ പലിശ. 1 മാസത്തെ അടവ് മുടങ്ങിയപ്പോൾ തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും. കോഴിക്കോട് സ്വദേശി അഫ്സലിനെ കഴിഞ്ഞ രാത്രി തട്ടിക്കൊണ്ടുപോയത് വട്ടിപ്പലിശക്കാരനായ കാസർഗോഡ് സ്വദേശി യൂനുസാണ്. യുവാവിനെയും കൊണ്ട് സംഘം ഇന്നോവ കാറിൽ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതോടെയാണ് കേസിൽ വഴിത്തിരിവായത്. യൂനുസ് ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വായ്പയായി വാങ്ങിയ പണവും പലിശയും തിരിച്ചടയ്ക്കാൻ കാലതാമസം വരുത്തിയതിനാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതികൾ മൊഴി നൽകി. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ സുഹൃത്തുക്കളൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഇന്നോവ കാറിലെത്തിയ 4 സംഘം യൂനുസുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടതും പിന്നീട് മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയതും. സ്ഥലത്തുണ്ടായിരുന്നയാളുകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരത്തിലുണ്ടായിരുന്ന മുഴുവൻ പട്രോളിംഗ് സംഘവും തെരച്ചിലാരംഭിച്ചു. മാവൂർ റോഡിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നടത്തിയ പരിശോധനയിൽ യൂനുസിനെ കണ്ടെത്തുകയായിരുന്നു. കോഴിക്കോട് സ്വദേശികളായ അഫ്സല്, നഹാസ്, ഷഫീഖ്, അജാസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ യൂനുസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികളിൽ ഒരാളായ അഫ്സലിൽ നിന്നും യൂനുസ് 1 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. പ്രതിമാസം 10,000 രൂപയാണ് പലിശയായി ഈടാക്കിയിരുന്നത്. ഈ മാസത്തെ പലിശ തുക നൽകുന്നതിൽ മുടക്ക് വരുത്തിയതോടെയാണ് പ്രതികൾ യൂനുസിനെ തിരഞ്ഞെത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. ഒരു കാലത്ത് മലയാളികളുടെ ഉറക്കം കെടുത്തിയ ബണ്ടിച്ചോറിനെ ഓർമ്മയില്ലേ? വിമാനത്തിൽ കേരളത്തിലെത്തി കവർച്ച നടത്തി മുങ്ങുന്ന ദേവേന്ദ്ര സിംഗ്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നടത്തിയ 500ഓളം മോഷണങ്ങൾ. ഒടുവിൽ കേരള പോലീസ് വിരിച്ച വലയിൽ കുടുങ്ങി ജയിലിലായ നാളുകൾ. ബണ്ടിയുടെ ജീവിതകഥ ബോളിവുഡിൽ സിനിമയായതാണ്. വർഷങ്ങൾക്ക് ശേഷം ബണ്ടിച്ചോറിനെ വീണ്ടും കണ്ടു കൊച്ചിയിൽ. സംശയം തോന്നിയ റെയിൽവേ പോലീസ് അയാളെ തടഞ്ഞു വെച്ചു. ഞായറാഴ്ച രാത്രി 8 മണിയോടെ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് കവർച്ചയ്ക്കല്ല, അഡ്വക്കേറ്റ് ആളൂരിനെ കാണാൻ എത്തിയതെന്നാണ് ബണ്ടിച്ചോർ പോലീസിനോട് പറഞ്ഞത്. മോഷണമൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ഇയാൾ കൊച്ചിയിലെത്തിയതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ ആളൂരിനെ കാണാനാണ് കൊച്ചിയിലെത്തിയതെന്നാണ് ബണ്ടിച്ചോർ റെയിൽവേ പോലീസിനോട് പറഞ്ഞത്. ആളൂർ അന്തരിച്ച വിവരം എറണാകുളത്ത് എത്തിയതിനു ശേഷമാണ് അറിഞ്ഞത്. ഞായറാഴ്ച രാത്രിയാണ് ബണ്ടിച്ചോറിനെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ കാത്തിരിപ്പ് മുറിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാവിലെ മുതൽ ബണ്ടിച്ചോർ എന്ന ദേവീന്ദർ സിംഗ് സ്റ്റേഷനിലുണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് ഉറപ്പിച്ചു. നിലവിലെ കേസുകളിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ് ബണ്ടിച്ചോർ. അഡ്വക്കേറ്റ് ആളൂരിനെ കാണാൻ വന്നതാണോ എന്ന കാര്യം സ്ഥിരീകരിച്ച ശേഷം ഇയാളെ വിട്ടയക്കുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു.
അതേസമയം ബണ്ടി ചോർ കൊച്ചിയിലെത്തിയതിൽ ദുരൂഹതയുണ്ട്. പതിറ്റാണ്ട് മുൻപ് മലയാളികൾ വളരെ പേടിയോടെ കേട്ട പേരാണ് ബണ്ടി ചോറിന്റേത്. തിരുവനന്തപുരത്തെ വീട്ടിൽ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് ബണ്ടി ചോർ നടത്തിയ ഹൈടെക് മോഷണം ഏറെ വാർത്താപ്രാധാന്യം നേടിയിരുന്നു. മോഷണ കേസുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തനിക്ക് അനുകൂലമായ ഒരു ഉത്തരവിട്ടിരിക്കുന്നതായാണ് ബണ്ടി ചോർ പറയുന്നത്. ചില തൊണ്ടിമുതലുകളും തന്റെ കൈവശമുണ്ടായിരുന്ന പണവും വാച്ചുകളും ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് പോലീസ് പിടിച്ചുവച്ചിരുന്നു. ഇത് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ആ സാധനങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയാണ് കൊച്ചിയിലെത്തിയതെന്നാണ് ഇയാൾ ആദ്യം പോലീസിന് നൽകിയ വിശദീകരണം. ഇക്കാര്യത്തിൽ വെരിഫിക്കേഷൻ വേണമെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. അഡ്വക്കേറ്റ് BA ആളൂർ അസോസിയേറ്റ്സ് ആണ് ബണ്ടി ചോറിന്റെ കേസുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആളൂർ മരിച്ചെങ്കിലും ജൂനിയർ അഭിഭാഷകർ കേസ് നോക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ സ്ഥിരീകരണം വന്നതിന് ശേഷമേ ബണ്ടി ചോറിനെ വിട്ടയക്കൂ. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊച്ചിയിൽ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ വ്യാജ പരാതി ഉന്നയിച്ച സ്പാ ജീവനക്കാരി പിടിയിൽ. കേസിൽ 3-ാം പ്രതിയാണ് പിടിയിലായ രമ്യ. മറ്റൊരു പ്രതിയായ പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബൈജു ഒളിവിൽ. നിരോധിത രാസലഹരിയുമായി 2 യുവാക്കളെ വീട് വളഞ്ഞ് പിടികൂടി പാലക്കാട് ചാലിശ്ശേരി പോലീസ്. കുമാരനെല്ലൂർ ചെക്കോട് സ്വദേശികളായ നൌഷിദ്, അൻവർ സാദിഖ് എന്നിവരാണ് 2 ഗ്രാമിലധികം MDMA-യുമായി അറസ്റ്റിലായത്. നമ്മുടെ നാട്ടിൽ കളവും മോഷണവും അക്രമ സംഭവങ്ങളും ഉണ്ടായാൽ അവരെ കൈകാര്യം ചെയ്യാൻ നിയമവും നിയമ സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ നിയമം കയ്യിലെടുക്കുന്നവരെ കാണാം. മലപ്പുറം കൊണ്ടോട്ടിയിൽ കടയിൽ രാത്രി മോഷ്ടിക്കാൻ കയറിയ കുട്ടികളെ മണിക്കൂറോളം തടഞ്ഞു വെച്ച് ക്രൂരമായി തല്ലിച്ചതച്ച കടയുടമകൾ. കുട്ടികളെ കൈയോടെ പിടികൂടിയ സഹോദരന്മാർ പുലർച്ചെ 2:30 മുതൽ 6:30 വരെയും കടയുടെ ഉള്ളിൽ തടഞ്ഞു വെച്ച് ഇരുമ്പുവടിയും മരത്തിൻ്റെ തടിയും ഉപയോഗിച്ച് അവരെ ക്രൂരമായി മർദ്ദിച്ചു. അവശരായ കുട്ടികളെ പിന്നീട് മോഷ്ടക്കുറ്റം ആരോപിച്ച് പോലീസിന് കൈമാറി. അപ്പോഴല്ലേ കഥ മാറിയത്. കുട്ടികൾക്ക് കടുത്ത മർദ്ദനം നേരിടേണ്ടി വന്നെന്ന് കണ്ടെത്തിയതോടെ കിഴിശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ആഷിഖ്, ആദിൽ അഹമ്മദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമത്തിനാണ് ഇരുവർക്കുമെതിരെ കേസ്. കുട്ടികൾക്കെതിരെ മോഷണക്കുറ്റത്തിനും കേസെടുത്തിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്നവരെ പിടികൂടാനും ശിക്ഷിക്കാനുമാണ് പോലീസും കോടതിയും. അതിന് പകരം സ്വയം നിയമം കയ്യിലെടുക്കുന്നവർ അട്ടപ്പാടി മധു കൊലക്കേസിലെ പ്രതികളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്താൽ മതി. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.